ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോവാണ്. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി, സ്നേഹം. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം, ആഗ്രഹിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കല്ലേ. അപ്പം ഞാൻ പതിവ് പോലെ തന്നെ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലേനു. വീഡിയോ ഞാൻ എടുത്തു വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടില്ലേനു കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ പറയലുണ്ട് എന്നും വീഡിയോ ഇടണം കേട്ടോ, വീഡിയോ എന്നും ഇടണം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്, നമ്മളെ കൂട്ടുകാരായിട്ട്. അപ്പം എന്താ പറയുക, ഓരോ പോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ ഇട്ടിട്ടേ രാവിലെ എണീറ്റ പാടൊക്കെ ഒന്ന് നോക്കുമല്ലോ, എത്ര വ്യൂ വന്ന് എന്തായി എന്നൊക്കെ ഒന്ന് അറിയാനുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ ഡെയിലി. അപ്പം രാത്രി 7 മണിക്കാണ് ഞാൻ വീഡിയോ ഇടല്. അപ്പോൾ രാവിലെ എണീച്ച് നോക്കുമ്പോഴൊക്കെ അപ്പോൾ ഇന്ന് അങ്ങനെ നോക്കാനില്ലായിട്ട് എനിക്ക് എന്തോ പോലെ ഇനി കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയിട്ടില്ലേനു, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇടാണ്ടിരുന്നത്. പരമാവധി എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മക്കൾ മദ്രസക്കൊക്കെ പറഞ്ഞയച്ച് ഞാൻ എൻ്റെ പണികൾ തുടങ്ങുകയാണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിനി കേട്ടോ രാത്രി നല്ല മഴ ഉണ്ടായിനി. അപ്പോൾ രാവിലെ ചെറുതായിട്ടൊരു ചാറലൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് കുടയും വടിയൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞയച്ചിട്ടുള്ളത്. മോള് കുട കൊണ്ടുപോയില്ല കേട്ടോ, ഓക്ക് കുട കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്. നാഫിമോന് പിന്നെ കുടയൊക്കെ ചൂടിയിട്ട് പോയിട്ടുണ്ട്. പള്ളിയിലേക്ക് വണ്ടി ഉണ്ടാവും കേട്ടോ മക്കൾക്ക്. അപ്പോൾ പിന്നെ നമ്മളിവിടുന്ന് കുറച്ച് മേലൊക്കെ ഒന്ന് അങ്ങോട്ട് നടന്നാൽ മതി, റോട്ടിൽ വരെ വണ്ടി വരും. അപ്പോൾ അതിലങ്ങനെ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഓരെയും പറഞ്ഞയച്ചതാ തീയൊക്കെ കത്തിച്ച് പതിവുകളൊന്നും തെറ്റിക്കാതെ തന്നെ വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചാണ്. നാസിമോന് ഇപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് നേരത്തെ തന്നെ എണീച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓന് കുറച്ച് നേരമൊക്കെ അങ്ങോട്ട് ആദ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയമൊക്കെ അങ്ങോട്ട് ഉറങ്ങേനു. ഇപ്പം ഞാൻ എണീച്ച് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഒച്ച അനക്കൊക്കെ ഉണ്ടായാൽ അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് എണീച്ച് വന്നോളൂ കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെയെന്ന് വെച്ചാൽ ഓനെക്കൊണ്ട് അങ്ങനെ വലിയ അലമ്പൊന്നുമില്ല, കുറേയൊക്കെ എൻ്റെ കൂടെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നിന്നോളും. അപ്പം ഞാൻ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്, സാധാ നീർദോശ അല്ലേ. അപ്പോൾ ആ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരടുപ്പത്തു നിന്ന് ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കറി ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചതേനി കേട്ടോ. അപ്പോൾ വെണ്ടക്ക ഇന്നലെ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചേരുന്ന ഒരു കടി നോക്കി ഉണ്ടാക്കിയതാണ് ഇപ്പം ഇന്ന്. അപ്പം ആ ഒരു കറി ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഞാൻ അങ്ങനെ വെണ്ടക്ക കറിയൊന്നും നമ്മൾ അങ്ങനെ കടിക്കാക്കലില്ല, പക്ഷേ ഇന്ന് നമ്മൾ ദോശയും വെണ്ടക്ക കറിയും വെണ്ടക്ക തേങ്ങ അരച്ച് വെച്ചത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. കുട്ടികളൊക്കെ പറയുകയും ചെയ്ത് നല്ല രസമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇക്കാനോട് ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ചേരിക്ക് തന്നെ പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല പറഞ്ഞു. പക്ഷെ ഞാനും കഴിച്ച് നോക്കിയപ്പോൾ എനിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ, കുഴപ്പമൊന്നുമില്ലേനു. തേങ്ങ അരച്ച് വെച്ചപ്പോൾ നല്ല രസമുണ്ടായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് എന്തായാലും വേറെ ചോറും കറിയൊക്കെ ആക്കണമല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു കറി ദോശക്ക് അതന്നെ ആയിട്ട് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അതാക്കണേ ഇക്ക വന്നിട്ട് ഇക്കാക്ക് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചായക്കുള്ള വെള്ളം ഒന്ന് വെക്കുന്നുണ്ട്. കറി ഒന്ന് ചൂടാക്കി ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ അപ്പുറത്തുനിന്ന് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്യാസിൻ്റെ ലൈറ്റർ ഇല്ലേ, അത് നാശമായിന് കേട്ടോ. അതുകൊണ്ട് ഒന്നുണ്ട് കത്തിയേ ഇല്ല. അപ്പോൾ ഞാൻ ലൈറ്റർ വാങ്ങിയിട്ടുണ്ടായിന്. ലൈറ്റർ കത്തിക്കാൻ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഈ തീ ഇങ്ങോട്ട് പാളി വരുമെന്ന് വിചാരിച്ചിട്ട് കയ്യിലേക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ പിന്നെ ശീലമായിന്. ഇപ്പം അതിൻ്റെ ABCD ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീപ്പെട്ടി വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കണേ. എപ്പോൾ ടൗണിൽ പോകുമ്പം ഒരു ലൈറ്റർ വാങ്ങണമെന്ന് വിചാരിക്കും, പക്ഷേ മറന്നു പോകും. അല്ല ഇക്കാനോട് പറയണമെന്ന് വിചാരിക്കും, അതും മറന്നു പോകും കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ്, ചിലപ്പോൾ ഒന്നും ഇങ്ങോട്ട് വിചാരണ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒക്കെ മറവി ആയിക്കാരം. അങ്ങനെ ഞാൻ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചായക്ക് വെള്ളം വെച്ച് ഇനിയിപ്പോൾ വേഗം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ടാൽ വേഗം തിളക്കിന്ന് ആരോ എങ്ങാനും പറഞ്ഞ് ഇതാക്കി വെച്ചതാണ്. ഇപ്പോൾ ചായക്ക് വെള്ളം വെച്ചാൽ അപ്പം പഞ്ചസാര ഇടും. എങ്ങനെ ആയാലും വെള്ളം ചൂടായാലല്ലേ അപ്പോൾ അത് തിളയ്ക്കുള്ളൂ അല്ലേ. അങ്ങനെ ഇതാട്ടോ ഞാൻ അതൊക്കെ ഒന്ന് അപ്പുറത്തുനിന്ന് ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ പണികൾ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ഇതാ ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. മദ്രസ വിട്ട് വന്ന് ഒരു ചായ കുടിക്കുകയാണ്. നിച്ചുമോൾക്ക് ബസ് വരാനുള്ള നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ, അതാണ് ഓൾ അങ്ങനത്തെ പായൽ പായണത് കേട്ടോ. കുറച്ച് മേലേക്ക് പോകണം, അധികമൊന്നുമില്ല, കുറച്ച് മേലേക്ക് പോകണം. അപ്പോൾ മദ്രസ വിട്ട് വന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് ഒന്ന് മാറ്റി ഒരുങ്ങി പോകുമ്പോഴത്തേക്കൊക്കെ നേരമാവും. അത്രക്കല്ലേ കുട്ടികൾക്ക് സമയം കിട്ടുള്ളൂ.
അങ്ങനെ പിന്നെ ഓളെയും പറഞ്ഞയച്ചിക്കണ്. നാഫിമോനും ചായയൊക്കെ കുടിച്ച് ഓരെയും എല്ലാവരും പോയി. എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് ചെയ്തിയുമ്പോൾ അങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരുത്തനി ഓനെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ എടുത്ത് തരുന്നുണ്ട്. മുറ്റത്ത് പുല്ല് മുളയ്ക്കാത്തതും കൊണ്ട് അതിനുള്ള വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എൻ്റെ കുട്ടി പൈപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് മുറ്റത്ത് ഒഴിക്കുകയാണ്. ഓനക്ക് ഇപ്പോൾ അത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഓനക്ക് പറ്റണതൊക്കെ അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. വെള്ളം ഞാൻ ബക്കറ്റിലുണ്ടതിന് വെള്ളമാണ് കേട്ടോ. പിന്നെ പൈപ്പ് എനിക്ക് തുറന്നാൽ കിട്ടാത്ത മാതിരി നല്ലോണം മുറുക്കി അങ്ങോട്ട് മൂടി അവിടെ വെച്ചിണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാനിതാ മെല്ലെ അകത്തേക്ക് കയറിയതാണ്. ചില സമയത്ത് രാവിലെ പണികൾ എടുത്തുകൊണ്ട് അങ്ങ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉഷാറിൽ അങ്ങോട്ട് എടുത്തു പോവേ. ഇരുന്ന് പോയാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങാൻ ഭയങ്കര മടിയായിക്കോട്ടെ. അപ്പോൾ ഞാനും വിചാരിച്ചു വെറുതെ ഇരുന്ന് അങ്ങനെ നേരം കളയണ്ട, വേഗം പണികൾ തീർത്താൽ പിന്നെ സമാധാനത്തിൽ ഒരു ഭാഗത്ത് ഇരിക്കാമല്ലോന്ന്. അപ്പോൾ പിന്നെ ഇതാട്ടോ വേഗം എണീച്ച് വന്ന് അപ്പുറത്തൊക്കെ അടിച്ചു വാരി ഇങ്ങോട്ട് എത്തിയാണ്. നടുവിലകവും പിന്നെ റൂമിലൊക്കെ എല്ലാം വൃത്തിയാക്കി ഒതുക്കി പെറുക്കി വെച്ച് അടിച്ചു വാരി ഇപ്പോൾ അടുക്കള എത്തിയിട്ടുണ്ട്. അടുക്കളയിൽ പിന്നെ കുറച്ച് കൂടുതൽ നമുക്ക് പണി ഉണ്ടാവുമല്ലോ. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ പെറുക്കി സിങ്കിൽ കൊണ്ടുപോയിടണം. ഒക്കെ ഒന്ന് വെച്ചുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറിയ പാത്രത്തിലേക്കൊക്കെ ഒഴിവാക്കി വേറെയിലേക്കൊക്കെ മാറ്റി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ. അപ്പം വെച്ച പാത്രങ്ങൾ അങ്ങനെ വെക്കും. അതല്ലാത്തത് എന്താക്കൂല, അങ്ങനെ വെക്കൂല കേട്ടോ. കുറച്ചൊക്കെ ഉള്ളത് വേഗം കോപ്പയിലേക്കൊക്കെ മാറ്റി ഒഴിവാക്കിയിട്ടൊക്കെയാണ് ഞാൻ പാത്രം കഴുകൽ.